തെക്കറച്ചനും വടക്കറച്ചനും ആണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യമായ അധികാരികൾ. വടക്കത്തി ഭഗവതിക്ക് ഉള്ള അവകാശമാണ് വടക്കറച്ചൻ്റെത്. പൂമാല ഭഗവതിക്കുള്ള അവകാശമാണ് തെക്കറച്ചന്. ആദ്യമായി പൂമാല വന്ന് നിന്നത് ഒളവറ തേന്മാവിൻ ചോട്ടിലാണ്, തണ്ടാന്തറവാട്ടിൻ്റെ അധീനതയിലുള്ള അവിടെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ അവകാശം. അവർ ആചാരപ്പെട്ടില്ല എന്നുള്ളൊരു തരാറിയില്ലു. ആചാരപ്പെടണമെങ്കിൽ ചിറക്കൽ കൂലത്ത് പോയിട്ട് ആചാരപ്പെടണം. തെക്കറച്ചൻ പണ്ട് അച്ഛൻ സ്ഥാനം, ഓരോ ദേവിക്കും ഓരോ അച്ഛൻ സ്ഥാനം ഉണ്ടാവും, കാരണവർ സ്ഥാനവും ഉണ്ടാവും. ഈ തെക്കറച്ചനും വടക്കറച്ചനും ആണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യമായ അധികാരികൾ. മലയ സമുദായത്തിൻ്റെ തെയ്യങ്ങൾ തൃക്കരിപ്പൂർ പെരുമലയിലിന് അവകാശപ്പെട്ടതാണ്. പിന്നെ ഈ കുണ്ടോർ ചാമുണ്ടി കൊർത്തി അതെല്ലാം പിന്നെ ഭയങ്കര വേലൻ ക്ണാവൂർ നേണിക്കാണ് ബാക്കിയുള്ള തെയ്യങ്ങളും കെട്ടൽ. അവസാനത്തെ ദിവസം ഒരു വൻകലശവും 7 ചെറുകലശവും കൊണ്ടുവരണം. അതിൻ്റെ അവകാശം മണക്കാട്ട് തറവാട്ടുകാർക്കാണ്. അവർ അതിൻ്റെ കലശപാത്രം പയ്യന്നൂർ തെരുവിൽ നിന്ന് കൊണ്ടുവന്ന് അതിൽ 25 ലിറ്റർ കള്ള് ഒഴിച്ച് അത് പുഷ്പങ്ങളെ കൊണ്ടും ഇതിനും മറ്റും വിധാനിച്ച് ആണ് ആ ഇതെടുത്തിട്ട് വരേണ്ടത്. തറവാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ പെരുങ്കളിയാട്ടത്തിന് കൂവം അളവാണ്. ഒന്നാം കളിയാട്ടം ഈ താഴക്കാട്ട് മനക്കാറാണ് ചെയ്യേണ്ടത്. അത് ഇവിടുന്ന് ആളുകൾ പോയി അവിടുന്ന് സാധനം എടുത്തിട്ട് വരലാണ്. രണ്ടാം കളിയാട്ടം ഇവിടുത്തെ കോയ്മ കരിയാന്തിൽ പയ്യന്നൂർ അവിടുന്നും സാധനം എടുത്തിട്ട് വരണം. കളിയാട്ടത്തിന് അത് തുടക്കം തന്നെ ക്ഷേത്രപാലകൻ്റെ അടുത്ത് പോയി അവിടുന്ന് ദീപവും തിരിയും കൊണ്ടുവരിക. അവിടുന്ന് കുറച്ച് സാധനങ്ങളും കൊടുക്കും, അരി, പച്ചക്കറി, അങ്ങനെയുള്ള സാധനം. അത് വാങ്ങി വന്നതിന് ശേഷം തൃക്കരിപ്പൂർ ചക്രവാണ്ടി എടുത്ത് പോവുക. അവിടുന്ന് ദീപവും അരി, പച്ചക്കറി, സാധനങ്ങൾ, കല്ല്, വെള്ളം എല്ലാം കൊണ്ടുവരും. അതും കൊണ്ടുവന്നാൽ പള്ളിയറൻ അകത്ത് കയറ്റും. അതിനുശേഷം കണ്ണമംഗലത്ത് പോവുക. അവിടുന്നും ഇത്യാദി സാധനങ്ങൾ ആദ്യം കൊണ്ടുവരും. ഈ 3 സാധനവും പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് വെക്കുക. അത് കലവറയിൽ കയറ്റേണ്ട ദിവസമുണ്ട്. 4ാം കളിയാട്ട ദിവസം ചന്ദ്രോദയം ഏറ്റ സമയമാണ് കയറ്റേണ്ടത്. ആ സമയമാകുമ്പോൾ ഇവിടുന്ന് ചങ്ങലവട്ട, വിളക്ക് ഇതെല്ലാം കൊണ്ട് കയറ്റലാണ്. ഈ 3 സ്ഥലത്തും കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴക്കാട്ട് മനയിൽ പോയിട്ട് ആണ് സാധനം കൊണ്ടുവരുന്നത്. അതും കൊണ്ടുവന്നാൽ കണിശന്മാർ കുട വെക്കണം. ആയുധം കടയാൻ കൊടുത്തത് ഇവിടെ തിരുമുറ്റത്ത് വെക്കും. അതെല്ലാം കൊത്തിക്കുടഞ്ഞ് ഉള്ളിലേക്ക് കയറ്റും. പിന്നീടാണ് എഴുന്നള്ളത്തായിട്ട് തന്നെ കോലക്കാർ സഹിതം കാവിലാട്ട് കാവിലേക്ക് പോവാം. അവിടെ അടിയന്തരം കഴിച്ച് തോറ്റത്തിന് നിൽക്കും. അവിടെ നിന്ന് തോറ്റം പറഞ്ഞാൽ ആ കൊടിയിലും ദീപവും കൊണ്ട് തന്നെ ഇടത്തേക്ക് വരിക. വാദ്യവും കൊടിയില, കൊട എല്ലാം. അത് ഉച്ചത്തോറ്റാണ്. അന്ന് പിന്നെ ഉച്ചത്തോറ്റമില്ല, ആദ്യത്തോറ്റം മാത്രമേ ഉള്ളൂ. അതാണ് ആദ്യത്തെ ദിവസത്ത്. കാവിലാട്ട് കാവ് വെള്ളാപ്പിൻ്റെ ലേശി ഇപ്പുറത്തായിട്ട് വരും. അത് ഒരു ചതുപ്പ് നിലമാണ്. ചുറ്റും കാടും വെള്ളവും ഇതെല്ലാം ആയിട്ടുള്ളൊരു ചതുപ്പ് നിലം. അവിടെ ഒരു ചെറിയ കുളമാതിരി ഒന്ന് മാന്തവും, അതിൽ നിന്ന് കുളിക്കണം. അത് ആരെങ്കിലും വെള്ളം ഇങ്ങനെ തൊട്ട് ദവയും. പിന്നെ കളിയാട്ടത്തിന് മുമ്പേ പയ്യന്നൂർ അമ്പലത്തിൽ പോയി തൊഴുതു വരണം. പെരുമാളുടെ അവിടെ ചില ഇത് കഴിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ബീരിച്ചേരി മനയിൽ ഒരു കെടാവിളക്കിന് എണ്ണ കൊടുക്കണം. ചക്രവാണിയിലും കൊടുക്കണം കെടാവിളക്കിന്.